ഹലോ. ഇന്നലെ നമ്മൾ നാമം നൗൺ NOUN. ഇന്നലെ നമ്മൾ നാമത്തിനെ പറ്റി പറഞ്ഞപ്പോൾ നമ്മളെന്താ പറഞ്ഞത്? നാമങ്ങൾ, ഏകവചന നാമങ്ങൾ, ബഹുവചന നാമങ്ങൾ. ഏകവചനം എന്ന് പറഞ്ഞാൽ ഒന്ന്, നമ്പർ നമ്മൾ എഴുതുന്നു, സിംഗുലർ നമ്പർ. ബഹുവചനത്തിന് പറയുന്നത് പ്ലൂറൽ നമ്പർ. ഇത്ര നമ്മൾ കണ്ടു. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ലിംഗഭേദം, നാമങ്ങളുടെ ലിംഗഭേദം, പേരുകളുടെ. അതാണ് നമ്മൾ ജെൻഡർ എന്നാണ് ഇംഗ്ലീഷ് പറയുന്നത്. ജെൻഡർ, GENDER, ജെൻഡർ. ജെൻഡർ എന്ന് പറഞ്ഞാൽ ലിംഗഭേദം. കുറേ നാമങ്ങൾ. ഇംഗ്ലീഷിൽ ജെൻഡർ വളരെ എളുപ്പമാണ്, കാരണം അർത്ഥം അനുസരിച്ചാണ് ആ ലിംഗഭേദം നിശ്ചയിക്കുന്നത്. വാക്കിൻ്റെ അർത്ഥം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഫാദർ, അത് പുല്ലിംഗം, അതായത് മാസ്കുലിൻ എന്ന് പറഞ്ഞാൽ പുല്ലിംഗം. മദർ, ഫെമിനിൻ, സ്ത്രീലിംഗം. ബ്രദർ അല്ലേ, ബ്രദർ നമ്മൾ പറയുന്നില്ലേ, എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് എന്തോ, ഉദാഹരണം പറയാൻ നമ്മൾ പറയുന്നത് ഫാദർ, ബ്രദർ, ഇത് മാൻ. ഇതൊക്കെ എന്ത് ലിംഗമാണ്? പുല്ലിംഗം. പുല്ലിംഗം എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ് മാസ്കുലിൻ. മാസ്കുലൈൻ എന്ന് പറയുന്നത്, മാസ്കുലൈൻ അങ്ങനെ പറയരുത്. മാസ്കുലിൻ എന്ന് പറയണം, മാസ്കുലിൻ. അപ്പം അർത്ഥം നോക്കിയാണ് ലിംഗം നിശ്ചയിക്കുന്നത്, ലിംഗഭേദം നിശ്ചയിക്കുന്നത് ഇംഗ്ലീഷിൽ. വേറെ ചില ഹിന്ദിയിലൊക്കെ അറിയാം, വാക്കുകളുടെ രൂപം നോക്കിയാണ് നിശ്ചയിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് കിടക്കണ്ട. അതുപോലെ ഇതിപ്പം ഫാദർ, നമുക്ക് എല്ലാവർക്കും അറിയാം ഫാദർ, അപ്പം അത് പുല്ലിംഗം. മദർ സ്ത്രീലിംഗം, ബ്രദർ പുല്ലിംഗം, സിസ്റ്റർ സ്ത്രീലിംഗം. അങ്ങനെ ഇനി സ്ത്രീലിംഗം, അത് ഇപ്പം ഞാൻ പറഞ്ഞ ഉദാഹരണത്തിനായല്ലോ. സ്ത്രീലിംഗം എന്നുള്ളതിന് ഇംഗ്ലീഷിൽ പറയുന്നതാണ് ഫെമിനൈൻ എന്ന് പറയുന്നത്. അങ്ങനെ തോന്നും, കാരണം എന്നല്ലേ അവസാനം. അപ്പോൾ അതുകൊണ്ട് ഫെമിനൈൻ എന്ന് പറയുന്നത് ഫെമിനിൻ. ഓക്കെ. ഇപ്പം മാസ്കുലിൻ എന്ന് പറഞ്ഞാൽ പുല്ലിംഗം, ഫെമിനിൻ എന്ന് പറഞ്ഞാൽ സ്ത്രീലിംഗം. വേറെ സാധനങ്ങളുടെ പേര്, ഇപ്പം ബോർഡ്, അതുപോലെ തന്നെ ഫാൻ, വിൻഡോ, ഡോർ, ഇങ്ങനത്തെ സാധനങ്ങളുടെ പേര്. പിന്നെ നമ്മൾ പറയുന്നത് പൊതുവെ ആനിമൽസ്, മൃഗങ്ങളെല്ലാം. പക്ഷെ അതിനകത്ത് കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ട്, അത് നമുക്ക് പിന്നെ പറയാം. പൊതുവെ ക്യാറ്റ്, ഡോഗ്, ബഫല്ലോ, അത് പോത്ത്, അതുപോലെ മൃഗങ്ങൾ, സ്ക്വിരൽ, ഇങ്ങനത്തെ മൃഗങ്ങളുടെയൊക്കെ പേരുണ്ടല്ലോ. അത് പൊതുവെ പറഞ്ഞാൽ അത് നമ്മളൊരു നപുംസകം എന്ന് പറയും. ന്യൂട്ടർ, ഇംഗ്ലീഷിൽ പറയുന്ന പേര് ന്യൂട്ടർ. അപ്പം മാസ്കുലിൻ, ഫെമിനിൻ, ന്യൂട്ടർ. ഈ ന്യൂട്ടർ അല്ലെങ്കിൽ നപുംസക എന്ന് പറയുന്നതാണ് ആനിമൽസ്. അത് പ്രത്യേകം അത് ലിംഗവ്യത്യാസം പറയുന്നില്ല. നപുംസകം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ആണുമല്ല പെണ്ണുമല്ല. അപ്പം ഒരു നമ്മൾ പറയല്ലേ, ന്യൂട്രലായിട്ട് നിൽക്കാൻ പറയില്ലേ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല, അതുപോലത്തെ. ഇപ്പം ന്യൂട്രൽ, അതാണ് നപുംസകം എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. മനസ്സിലായോ? അപ്പം ഇവിടെ ഇപ്പം സാധനങ്ങളുടെ പേര്, ലിംഗവ്യത്യാസം ഇല്ലല്ലോ അതിന്. അതുപോലെ ആശയങ്ങൾ, ഐഡിയാസ്, ഡെമോക്രസി, അതിന് ലിംഗവ്യത്യാസം ഇല്ലല്ലോ. പിന്നെ പുല്ലിംഗ ഡെമോക്രസിയും സ്ത്രീലിംഗ ഡെമോക്രസി ഇല്ല. സത്യം,
ഇതൊക്കെ ഓരോ ആശയങ്ങളാണ്. സത്യം, രാഷ്ട്രീയം ആശയങ്ങളല്ലേ. ഇപ്പം സാധനങ്ങളുടെ പേര് എല്ലാം നപുംസകത്തിൽപ്പെടും. അതിനകത്ത് അതിന് ലിംഗമില്ലല്ലോ. അത് അതുപോലെ തന്നെ ആശയങ്ങളുടെ പേരുകളെല്ലാം നപുംസകത്തിൽപ്പെടും. മതം, അതുപോലെ തന്നെ അങ്ങനെ ഒത്തിരി കാര്യങ്ങളില്ലേ. സാഹിത്യം, അല്ലെങ്കിൽ ശാസ്ത്രം, ഇങ്ങനെയൊക്കെയുള്ള സംഗതികളുണ്ടല്ലോ, അത് എല്ലാം നപുംസകമാണ്. സാധനങ്ങളുടെ പേരെല്ലാം നപുംസകമാണ്. പേന ഇതുണ്ടോ, ഇത് നപുംസകം. ഇതിന് സ്ത്രീ ലിംഗഭേദമില്ല, ലിംഗവ്യത്യാസമില്ല. അപ്പം അതാണ്. പിന്നെ ആനിമൽസിനെ പൊതുവായിട്ടും നമ്മൾ നപുംസകത്തിലാണ് ചേർത്തിരിക്കുന്നത്. എങ്കിലും ഇപ്പോൾ കൗ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് ഫെമിനിനാണ്. അതാണ് അർത്ഥം. ലയൺ എന്ന് പറയുന്നത് മാസ്കുലിനാണ്, പക്ഷെ ലയനസ് എന്ന് പറയുന്നത് ഫെമിനിനാണ്. അങ്ങനത്തെ കുറച്ച് അത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അത് മനസ്സിലാകും. പക്ഷെ പൊതുവെ ആനിമൽസിനെ ആനിമൽസിനെ നമ്മൾ നപുംസകം എന്നാണ് പറയുന്നത്. അതായത് നപുംസകത്തിന് ഇംഗ്ലീഷിൽ പറയുന്നതാണ് ന്യൂട്ടർ, സ്ത്രീലിംഗത്തിന് ഇംഗ്ലീഷിൽ പറയുന്നതാണ് ഫെമിനിൻ, പുല്ലിംഗത്തിന് ഇംഗ്ലീഷിൽ പറയുന്നതാണ് മാസ്കുലിൻ. ഇപ്പം നിങ്ങൾ നാമത്തിൻ്റെ രണ്ട് കാര്യം ഇപ്പം നമ്മൾ പഠിച്ചു. ഒന്നെന്നതാണ്, ഒന്ന് അതിന് ഏകവചനമെന്നും ബഹുവചനമെന്നും രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. ഒന്നാണെങ്കിൽ ഏകവചനം, ഒന്നിലധികമാണെങ്കിൽ ബഹുവചനം. അതുപോലെ രണ്ടാമത്തെ ഒരു പോയിന്റ് നാമത്തിനെ പറ്റി പഠിക്കുമ്പോൾ ഉള്ളതാണ് ജെൻഡർ, അതായത് ലിംഗവ്യത്യാസം. അത് 3 തരത്തിലാണ് നമ്മൾ പറയുന്നത്. അർത്ഥം അതിൻ്റെ അത് കണ്ടുപിടിക്കുന്നത് അർത്ഥം നോക്കിയാണ്. അപ്പം അങ്ങനെ ആകുമ്പോൾ അതുകൊണ്ടാണല്ലോ ഫാദർ പുല്ലിംഗമാകുന്നത്, മദർ സ്ത്രീലിംഗമാകുന്നത്. അതുപോലെ ബ്രദർ പുല്ലിംഗം, സിസ്റ്റർ സ്ത്രീലിംഗം. മനസ്സിലായില്ലേ? അത് ഇപ്പം ഇതൊന്നും അല്ലാത്ത, ഇങ്ങനത്തെ അർത്ഥമൊന്നും വരുന്നില്ലാത്ത സാധനങ്ങളുടെ പേര്. മീൻ, അതൊക്കെ അത് നമ്മൾ നപുംസകത്തിലാണ് ചേർക്കുന്നത്. മീനിൽ സ്ത്രീ പുരുഷ അതിന് ഭേദം നമ്മൾ കൊടുക്കുന്നില്ല. അതാണ്. അപ്പം അതാണ് പട്ടം പറപ്പിക്കാന്ന് പറയുന്നത്. അതൊക്കെ നപുംസകം. അതിന് ആൺപെൺ വ്യത്യാസമില്ലല്ലോ. ആൺപട്ടമൊന്നും പെൺപട്ടമൊന്നും ഒന്നും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അർത്ഥം നോക്കണം. പൊതുവെ നമ്മൾ പറയുന്ന പോലെ മൃഗങ്ങളുടെ പേരുകൾ, സസ്യലതാദികളുടെ പേരുകൾ, സാധനങ്ങളുടെ പേരുകൾ, അതുപോലെ ആശയങ്ങളുടെ പേരുകൾ, ഇതെല്ലാം ന്യൂട്രൽ അല്ലെങ്കിൽ ഗണത്തിലാണ് നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. മനസ്സിലായല്ലോ? ഇത് ഓർക്കണം. ഇതെന്നാന്നറിയാം ഇതിൻ്റെ ഒരു ആവശ്യം വരുന്നത്. വാസ്തവം പറഞ്ഞാൽ ഇംഗ്ലീഷിൽ ഇതിന് വലിയൊരു പ്രസക്തി ഇല്ല, പക്ഷേ ഒരു സ്ഥലത്തൊരു പ്രസക്തി ഉണ്ട്. അത് ഞാൻ നിങ്ങളെ അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ, അതുവരെ തൽക്കാലം ഇത്രയും കണക്കാക്കുക. ഒരു നാമം നമ്മൾ എടുക്കുന്നു. അതിന് ഒന്നാമത്തെ കാര്യം നോക്കുന്നതാണ് സിംഗുലർ പ്ലൂറൽ. ഒറ്റയാണെങ്കിൽ, കാരണം ഇതിന് ആ സിംഗുലർ പ്ലൂറലിന് ഒരു വലിയ പ്രസക്തി ഉണ്ട്. നമ്മൾ മുന്നോട്ട് പോകുമ്പം ക്രിയകളുടെ ക്രിയ ഉപയോഗിക്കുന്നതിനകത്ത് സിംഗുലർ പ്ലൂറലിന് വലിയ പ്രസക്തി ഉണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെയാണ് ലിംഗഭേദം. അതിനൊരു ചെറിയ പ്രസക്തിയുണ്ട്. പക്ഷെ അതൊരു കാര്യമായ പ്രസക്തിയാണ്, ചെറുതാണെങ്കിലും. അത് നമുക്ക് നോക്കാം. ഇപ്പം തൽക്കാലം നമുക്കിവിടെ നിർത്തുകയാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ, നാമം എന്ന് പറയാൻ എന്താണ്? പേരുകൾ. ഇങ്ങനെ പേരിനകത്ത് നമ്മൾ നോക്കുന്നത് നമ്പർ നോക്കണം. നമ്പർ എന്ന് പറയുമ്പോൾ ഏകവചനമാണോ ബഹുവചനമാണോ, അതായത് സിംഗുലറാണോ പ്ലൂറലാണോ എന്ന് നോക്കണം. അതുപോലെ തന്നെ മാസ്കുലിൻ ആണോ ഫെമിനിൻ ആണോ ന്യൂട്രൽ ആണോ എന്ന് നോക്കണം. ഞാൻ പറഞ്ഞ ആ എക്സസൈസ് നിങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, എല്ലാവരും ചെയ്യുന്നുണ്ടോ? ഒരു ദിവസം ഒരു വാക്കെടുക്കുക,
അത് നാമമാണെങ്കിൽ അത് ഏകവചനമാണോ ബഹുവചനമാണോ എന്ന് എഴുതുക, സിംഗുലർ ഓർ പ്ലൂറൽ. അതുപോലെ തന്നെ ജെൻഡർ അർത്ഥത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുകയാണെങ്കിൽ മാസ്കുലിൻ, ഫെമിനിൻ, ന്യൂട്രൽ എന്നും ലേബൽ ചെയ്യുക. ലേബൽ ചെയ്യുക എന്ന് പറയാൻ അറിയാമല്ലോ. ലേബൽ നിങ്ങൾ നോട്ട്ബുക്കിലൊക്കെ നിങ്ങൾ ലേബൽ എഴുതി വയ്ക്കുകയില്ലേ, പേരെഴുതി വയ്ക്കുകയില്ലേ, പേര്, സ്റ്റാൻഡേർഡ് ഇങ്ങനെയൊക്കെ എഴുതി വയ്ക്കില്ല. അതുപോലെ ഒരു നാമം കിട്ടുമ്പം ആ ഒരു ചെറിയൊരു ലേബൽ പോലെ ഉണ്ടാക്കിയിട്ട് ആ നാമം അവിടെ എഴുതുക. അതിൻ്റെ അടിയിൽ എഴുതണം. എന്നാ എഴുതും? ഒരു ചെറിയൊരു കടലാസ് ആദ്യം സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്ന് എഴുതണം. ഇപ്പം ഞാൻ പറയാം, ഞാൻ പഠിക്കുന്ന വാക്ക് ഇതാണെന്ന് എനിക്കറിയാം, മാൻ. അപ്പം ഞാൻ എഴുതുന്നത് എന്നതൊക്കെ ആയിരിക്കും? സിംഗുലർ, മാസ്കുലിൻ ഉണ്ടാവും. രണ്ടാമത്തെ ഇപ്പം ഞാൻ പഠിക്കുന്നത് സിസ്റ്റർ എന്നാണെങ്കിൽ സിംഗുലർ, ഫെമിനിൻ. മൂന്നാമത്തെ ഞാൻ പഠിക്കുന്ന മെൻ ആണെങ്കിൽ MEN, പ്ലൂറൽ, മാസ്കുലിൻ. നാലാമത്തെ ഞാൻ പഠിക്കുന്നത് വിമൻ ആണെങ്കിൽ അപ്പം പ്ലൂറൽ, ഫെമിനിൻ. നാലാമത്തെ ഞാൻ പഠിക്കുന്നത് തിങ് എന്നാണെങ്കിലോ, അല്ലെങ്കിൽ ക്യാറ്റ് അല്ലെങ്കിൽ ഒരു ട്രീ ആണെങ്കിൽ അപ്പം എഴുതി വെക്കും സിംഗുലർ, ന്യൂട്രൽ. അതുപോലെ ഇപ്പം ഫാൻ, സിംഗുലർ, ന്യൂട്രൽ. അങ്ങനെ എഴുതി പോകണം. അങ്ങനെ പഠിക്കണം. അങ്ങനെ നിങ്ങൾ പഠിക്കും എന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. ബൈ.